ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. AMMA സംഘടനയിലെ വിഷയങ്ങളിലോട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതിൻ്റെ സ്പെല്ലിങ് AMMA ആണ്. വേണമെങ്കിൽ നമുക്ക് തിരിച്ചിട്ടിട്ട് MAMA എന്നിട്ടിട്ട് മാമാ സംഘടന എന്ന് വിളിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല. കാര്യം അതുപോലത്തെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷ്മിപ്രിയ അൻസിബ ഹസനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നേക്കുന്ന ഏറ്റവും പുതിയ വിഷയങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ലക്ഷ്മിപ്രിയ ക്യാൻ ചാനൽ മീഡിയ എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അൻസിബ ഹസൻ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാമേനോനും എതിരെ പരാതി കാര്യങ്ങളെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്ക് ആ ഒരു ന്യൂസ് കണ്ടിട്ട് തുടങ്ങാം. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടേ. നടിമാരായ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാമേനോനുമെതിരെ അൻസിബ പോലീസിൽ പരാതി നൽകി. കാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. ഷീന മാർട്ടിൻ വിശദാംശങ്ങളുമായി. ഷീന, അമ്മയിലെ തർക്കം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അൻസിബയുടെ പുതിയ പരാതിയുടെ അടിസ്ഥാനം, അതിന്റെ കാരണം, സാഹചര്യം എന്താ? ഈ ക്യാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ അശ്ലീലവും വ്യാജവുമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അൻസിബ ഇപ്പോൾ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഗൂഢാലോചന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അൻസിബയുടെ പരാതി. ലക്ഷ്മിപ്രിയയും ശ്വേതാമേനോനും ചേർന്ന വ്യക്തിവൈരാഗ്യം കാരണം വ്യാജ കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഇത്തരമൊരു ചാനലിന് ഇത്തരമൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ അഭിമുഖം കൊടുക്കുകയും അത് ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ശ്വേതാമേനോൻ ഇതൊരു PR ഏജൻസിയുമായി ചേർന്ന് പ്രചരിപ്പിക്കുന്നു എന്നാണ് പ്രധാനമായും അൻസിബ ഉന്നയിക്കുന്ന ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പോൾ ആദ്യം ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു ഫ്ലാഷ് കട്ടാണ് അവരുടെ ഇൻസ്റ്റാ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് അതിൻ്റെ ഇന്റർവ്യൂ വന്നത്. അപ്പോൾ ആ ഒരു ഫ്ലാഷ് കട്ടിൽ വന്നേക്കുന്ന ഒരു പോർഷൻ പിന്നീട് ഇവരുടെ ഇന്റർവ്യൂവിനകത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗം മാത്രം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ഹസന് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ എന്നാ പറ്റി ചേച്ചി? അൻസിബ നിങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു പെഗ് തന്നില്ലയോ? അതാണോ ചേച്ചിയുടെ വിഷമം? എനിക്ക് മനസ്സിലാവണില്ല. ഇത് ഇല്ലീഗലായിട്ടുള്ള ഏതൊരു സാധനത്തിന് പുള്ളിക്കാരി കൂട്ടുന്ന പോലത്തെ ആ ഒരു മുടിലാണ് ഇവരിവിടെ പറയുന്നത്. എടാ, ഇത് ലീഗലായിട്ടുള്ളൊരു സാധനമാണ്. അതാണ് നിങ്ങൾ വലിയ ഇതായിട്ട് ഉള്ള രീതിയിൽ പറയണത്. ഇപ്പം അങ്ങനെ നിങ്ങൾക്ക് പെഗ് തരാത്തതിൻ്റെ പേരിലാണെങ്കിൽ എനിക്ക് അൻസിബ എടുത്ത് എനിക്ക് ഒന്നേ പറയുള്ളൂ, അതെന്നാ പരിപാടിയാക്കോ നിങ്ങൾ കാണിച്ചത്? ഒരു തുള്ളിയൊന്നും നുണയാനെങ്കിലും നമ്മുടെ ലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കണ്ടായിരുന്നോ? അതിലെ ചേച്ചിക്ക് ഇത്രയും വിഷമമായത് എന്താണെങ്കിൽ ഈ ഒരു പോർഷൻ ഈ ഒരു ഇന്റർവ്യൂവിനകത്തു നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കേസൊക്കെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ അവിടെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവുക. ഇനി ഈ ഒരു ഇന്റർവ്യൂലോട്ട് നമുക്ക് വരാം. ഏകദേശം ഒരു 50 മിനിറ്റ് 1 മണിക്കൂർ അടുപ്പിച്ചുള്ളൊരു ഇന്റർവ്യൂ ആണ്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവർക്ക് മറ്റേ അൻസിബ ചാറ്റ് മെസ്സേജ് അയച്ചിരിക്കുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇവരുടെ ഏതൊരു ഫോട്ടോ കണ്ടതിൻ്റെ സീൻ്റെ കാര്യം, പിന്നെ സ്റ്റേഷനിലൊക്കെ പോയതിൻ്റെ സീന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് ഇവരൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയിട്ടുള്ളതായിരുന്നു. അപ്പം അന്നേ ദിവസം രാത്രിയിൽ ലക്ഷ്മിപ്രിയ തിരിച്ച് വീട്ടിലോട്ട് പോകാനെ കൊണ്ട് തീരുമാനിക്കുകയാണ്. അൻസിബ അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുകയും വെളുപ്പാങ്കാലത്ത് മിഥുൻലാൽ പറയുന്ന ഒരു വ്യക്തി അൻസിബയുടെ റൂമിലോട്ട് കയറി വരികയും നടന്നേക്കുന്ന കുറച്ച് സംഭവവികാസങ്ങളെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്. നമുക്ക് എന്താണെങ്കിലും അവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഒരു സിനിമയുടെ യാത്ര പോയിരുന്നു. തിരുവനന്തപുരത്താണ്, ചിറയൻകീഴോട്ടാണെന്ന്, കിടക്കാച്ചേരിയെന്നാണെന്ന് തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു അവിടെ ഒരു വലിയ വിഷയം ഉണ്ടായി. അതൊരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഞാൻ അറിഞ്ഞൊരു വിഷയമാണ്. പക്ഷേ ഈ അവസരത്ത് അവർക്ക് റൂം കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഇത്രയും ശത്രുത, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു ശത്രുത വരാൻ കാരണം അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെട്ടു? നമ്മളെ ഈ പൊതുജനം എല്ലാം നമ്മളെ വലിച്ചു കീറുമ്പോഴും നമ്മളെ ഇത്രയധികം ആക്രമിക്കുമ്പോഴും ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ വസ്തുത എന്താണ് എന്ന് ഞാൻ ഇതുവരെ ഒരു മനുഷ്യരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. എന്തോ ചേച്ചി ഇങ്ങനെ കരയണേ? നിങ്ങളൊന്ന് ആലോചിക്കണം. ചങ്ക് പൊട്ടിയാണ് ചേച്ചി അവിടെ നിന്ന് സംസാരിക്കണേ. ആ ഒരു ഇന്റർവ്യൂവിന്റെ പോർഷനിൽ ഇത്രയും നേരം പുള്ളിക്കാരിയുടെ കണ്ണീരോ സാധനങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്രോമാക്സ് കുലസ്ത്രീയാകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ആ ഇന്റർവ്യൂ എടുക്കുന്ന ചേട്ടൻ അറിഞ്ഞേക്കുന്ന സംഭവമാണ് ഇങ്ങനെയൊക്കെ അൻസിബയുടെ ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ നടന്നു, അങ്ങനൊരു പ്രൊഡക്ഷൻ്റെ സീനൊക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു സാധനം സെറ്റ് ചെയ്തതാണോ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കതാണെങ്കിലും ബാക്കി കേൾക്കാം. ആ കുട്ടി ജയിക്കട്ടെ, ആ കുട്ടി പറയുന്നിടത്തോളം പറയട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ, എവിടം വരെ പോകുന്ന ഓർത്തിട്ടാണ് ഞാൻ ഇരുന്നത്. സുരേഷ് ഇത്രയും അറിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ എനിക്കത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അത്തം മുതലാണ് ശരിക്കും അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നത്. കിടക്കാച്ചേളിന് 10 ദിവസത്തോളം കണ്ടിന്യൂസ് ഷൂട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്, ഓണമൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന് അൻസിബയും ഞാനും ഒക്കെ കൂടെ ഒരുമിച്ചാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് സെപ്റ്റംബർ 12-ാം തീയതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഫിലിം ചേംബറിന്റെ ഭക്ഷണം കഴിച്ച ദിവസം ഫിലിം ചേംബറിന്റെ ഒരു ലഞ്ച് ഉണ്ടായിരുന്നു, ഓണം ഫീസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പങ്കെടുത്തു. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരുന്നു എനിക്ക് അല്ല, ഫിലിം ചേംബറിന്റെ ഇതിൽ പങ്കെടുത്തതാണ്. അന്ന് തിരിച്ച് ഞങ്ങൾ പോയി. അന്ന് രാത്രി ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ട്, നൈറ്റ് ഷൂട്ട്സ് ആണ് കൂടുതലും. ആ ഷൂട്ട് കഴിഞ്ഞു. 13-ാം തീയതി ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 13-ാം തീയതി ഞങ്ങൾ പുറത്ത് കറങ്ങാനൊക്കെ പോയി. എനിക്ക് നല്ല പനിയുള്ള ദിവസമായിരുന്നു. ഞങ്ങൾ മറ്റേ സിനിമയൊക്കെ പോയിട്ട് കണ്ടു, ലോക സിനിമയൊക്കെ പോയി കണ്ടു. പിന്നെ വേറൊരു സ്ഥലത്ത് ഞങ്ങൾ പോയി. അതിന്റെ ബില്ലും ഞാൻ തന്നെയാണ് പേ ചെയ്തത്. അൻസിബയുടെ ബില്ല് ഞാൻ തന്നെയാണ് പേ ചെയ്തത്. ഈ ബില്ലിന്റെ കാര്യമാണ് ആ മറ്റേ ഫ്ലാഷ് കട്ടി നമ്മൾ കണ്ടേക്കുന്നത്, അൻസിബയ്ക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളത്. പിന്നെ ആ സാധനം ഇതിനകത്ത് പിന്നെ കണ്ടില്ല. എന്താണ് എന്തോ നമുക്ക് ബാക്കി കേൾക്കാം. അങ്ങനെ
അന്ന് ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു 13-ാം തീയതി ഇവർ വിളിച്ചിട്ട് പറഞ്ഞു പടം ഒന്ന് ഷെഡ്യൂൾ ചെയ്യുകയാണ്, കുറച്ചവർക്ക് എന്തോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി ഷൂട്ട് തുടങ്ങുന്നുള്ളൂ, മാഡം ഒക്കെ പോകുന്നെങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസത്തെ നൈറ്റ് ഷൂട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് റിസ്ക് എടുത്ത് വീണ്ടും തിരിച്ച് ചിറയൻകീഴ് വരെ പോയിരുന്നത്. അപ്പോൾ ആ ഷൂട്ട് നടന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ ഈ മോളെ നിർബന്ധിച്ച് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഷൂട്ടില്ലല്ലോ, അനിശ്ചിതമായിട്ട് ഷൂട്ടില്ല, എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ വിളിക്കുമ്പോൾ ഈ കുട്ടി വരാൻ തയ്യാറാവുന്നില്ല. ഈ കുട്ടി പറഞ്ഞു 3 ദിവസം കൂടി ഈ കുട്ടിക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ, നിന്ന് എങ്ങനെയെങ്കിലും പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ കാശിന് അത്യാവശ്യത്തിന് വല്ലതാണെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കാശ് തരാം, വീട്ടിൽ വരൂ, എനിക്ക് ഇവിടുന്ന് കാശ് തരാം, അപ്പം മോള് ഒറ്റയ്ക്ക് ഇവിടെ അങ്ങനെ നിൽക്കേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി എനിക്ക് 3 ദിവസം നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരി അങ്ങനെ അവൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കട്ടെ, നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അല്ല നിങ്ങൾ എന്തിനാണ് അല്ലെങ്കിൽ തന്നെ നിർബന്ധിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങളുടെ മോളൊന്നും അല്ലല്ലോ അൻസിബ ഹസൻ. പിന്നെ 18 വയസ്സ് പൂർത്തിയാക്കുന്ന ഒരു വ്യക്തിയാണ് അൻസിബ എന്ന് പറയുന്ന ആള്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇവിടെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു നാട്ടിലാണ് ജീവിക്കുന്നത് അല്ലേ? ഇത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവരിത് മറ്റേ ഭയങ്കര ഒരു കെയറിങ് ആയിട്ടുള്ള ഒരു മൂഡിലാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഞാൻ അൻസിബയെ അത്രത്തോളം കെയർ ചെയ്തിരുന്നു, എന്നിട്ടാണ് അൻസിബ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് സുഹൃത്തുക്കളെ ഞാൻ അൻസിബ ഹസനെ കണ്ടിട്ട്, എന്നിട്ടാണ് അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചത്. ആ ഒരു സംഭവം ഉണ്ടാകണമല്ലോ, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ആദ്യം കുറച്ച് കണ്ണീരും പിന്നെ ഈ രീതിയിൽ പറഞ്ഞത്. പിന്നെ ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഒരു പോർഷനിൽ പുള്ളിക്കാരി ഒരു സീരിയസ് സാധനം അടിക്കുന്നുണ്ട്. ഇത് ദൈവത്തിനാണോ സത്യം, എൻ്റെ മേക്കപ്പാണോ സത്യം എന്നുള്ള രീതിയിൽ പറയാനുണ്ട്. മേക്കപ്പിനെയൊക്കെ തൊട്ട് സത്യം ചെയ്തൊരു ടീമാണ് ഇവര്. ഓക്കെ, എന്താണ് പറയുന്നത് കള്ളസത്യമാണെങ്കിൽ മേക്കപ്പ് എല്ലാം ഒലിച്ചു പോകുക മുട്ടക്കോണിന് ഒരു കാര്യം. പിറ്റേ ദിവസം വെളുപ്പിനത്തെ വന്ദേ ഭാരതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യും. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. രാത്രി 2 മണി വരെയോ? അതെന്നാ വർത്താനം വേണി ചേച്ചി? നിങ്ങൾ രാത്രി 2 മണി വരെ അതെന്ത് വർത്താനം നിങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നേ? അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ ഓക്കെ, അപ്പൊ 2 മണി വരെ നിങ്ങൾ അവിടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോഴാണ് നിങ്ങൾ അവിടെ നിന്ന് പോയതല്ലേ? അപ്പൊ ഈ 2 to 3 മണി വരെ 1 മണിക്കൂർ സമയം, ഈ 1 മണിക്കൂർ സമയം നിങ്ങൾ അവിടെ എന്തെടുക്കായിരുന്നു? മൗനം ആചരിക്കായിരുന്നു. ആളെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ആൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ കണ്ണിന്റെ ഒക്കെ ഭാഗങ്ങൾ എനിക്ക് നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി. പക്ഷെ ആളെ എനിക്ക് ഞാൻ ഐഡന്റിഫൈ ചെയ്തൊന്നുമില്ല. പിന്നെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഈ ആളാണല്ലോ ആളെന്ന് മനസ്സിലായത്. ഇയാളെ ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, കാരണം രാത്രിയല്ലേ, ആ സമയമല്ലേ, ജസ്റ്റ് ഈ നമ്മുടെ വണ്ടി ഓണായ ഇതിലാണ് കാണുന്നത്. അങ്ങനെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, വന്ദേ ഭാരത് ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കാൻ പിന്നെ ഏട്ടൻ എന്തോ വിളിക്കാൻ വന്നിട്ട് ഞങ്ങൾ ഒരുങ്ങി പോകുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 100 കണക്കിന് മിസ്ഡ് കോൾസ് എന്റെ ഫോണിൽ കിടക്കുകയാണ്. എനിക്ക് ഭയങ്കര വെപ്രാളായിട്ട്. ഒന്ന് ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസർ രതീഷ് സണ്ണി എന്ന് പറഞ്ഞ കോ പ്രൊഡ്യൂസർ, അതുകൂടാതെ ആ സെറ്റിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് നെയ്യാറ്റിങ്കര, സജിത്ത് പ്രൊഡക്ഷൻ മാനേജർ സജിത്ത്, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞങ്ങളുടെ ഹോട്ടലിന്റെ ഓണർ സജീർ എന്ന് പറഞ്ഞ സാറ്, പിന്നെ ഹോട്ടലിന്റെ മാനേജർ ഒരു പയ്യൻ, അതുപോലെ ഷീബ എന്ന് പറഞ്ഞ കെയർ ടേക്കർ, ഇങ്ങനെ കോൾ ലിസ്റ്റ് കൊടുക്കുക. അക്ഷരാർത്ഥത്തിൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ. അപ്പം ഞാൻ ജയിച്ചേട്ടൻ വന്ന് വണ്ടി കയറി ഇരുന്നിട്ടാണ് ഞാൻ തിരിച്ച് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോൾ ഷീബ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കോൾ ലിസ്റ്റ് ആണ്. അതിലേക്ക് ഞാൻ വിളിക്കുന്നു. വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറയുന്നത് ലക്ഷ്മി മാഡം റൂം, ഞങ്ങൾക്ക് അവിടെ അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്, 2 റൂമും ഹാളും കിച്ചനുമായിട്ട് അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്. അപ്പോൾ അതിൽ ഒരു റൂമിൽ ഞാൻ, ഒരു റൂമിൽ അൻസിബ, ഇങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പം ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ ഒരാള്, മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോർ തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു. സാറ് കണ്ടു. അതായത് നൈറ്റിൽ വോയിസ് കമാൻഡിങ് അവിടെ നൈറ്റിൽ ഇത് മോണിറ്റർ ചെയ്യുന്നത് ദുബായിൽ ഇരുന്നിട്ട് സജീർ എന്ന് പറഞ്ഞ ഈ റിവേര റെസിഡൻസിയുടെ ഉടമസ്ഥനാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി പറയും ഇതേ ചാവി അവിടെ വെച്ചിട്ടുണ്ട് മാഡം, മാഡത്തിന്റെ ഫുഡ് അവിടെ ഇരിക്കുന്നു. വോയിസ് കമാൻഡിങ് നമ്മൾ ആ ശരീരം കേൾക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ അതെ, അവിടെ മറ്റൊരു ബിഗ് ബോസ് ആയിരുന്നു സുഹൃത്തുക്കളെ. കാര്യം ബിഗ് ബോസ് ഇതുപോലെയാണല്ലോ, നമുക്ക് ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. അതുപോലെയാണ് ഇവർക്ക് അവിടെ ഒരു വോയിസ് കമാൻഡിങ് ആയിരുന്നു. ഇദ്ദേഹം ഇത് കണ്ടു. ഇദ്ദേഹം കണ്ടിട്ട് ഇദ്ദേഹം വിചാരിക്കുന്നത്, ഇദ്ദേഹം അറിയാണ്ട്, അതായത് പിന്നെ ഹോട്ടൽ മാനേജർ അറിയാണ്ട് സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള ആരോ ഇവിടെ ഈ റൂമിലേക്ക്, ഞാൻ വെക്കേറ്റ് ആയ റൂമിലേക്ക് ആരെയോ അക്കോമഡേറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ വെളുപ്പിനെ തന്നെ ഈ മാനേജേഴ്സിനെ വിളിക്കുന്നു. മാനേജേഴ്സ് അറിയുന്നു ഞങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഉടനെ പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറെ വിളിക്കുന്നു, കോ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നു. അങ്ങോട്ട് ആകെ മൊത്തം ഒരു ബഹളമായി. ഇവരാരും അറിയാതെയാണ് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനില്ലല്ലോ, ഞാൻ ചിത്രത്തിൽ ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഇവർ അന്വേഷിച്ച് പിടിച്ച് ഇവർ ഇവിടെ എത്തുമ്പോഴത്തേനും ബെല്ലടിക്കുന്നു. അൻസിബയെ വിളിക്കുന്നു. അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. തുറക്കാതെ വന്നപ്പോഴത്തേനും 6:30 മണി വരെ അവർ വെയിറ്റ് ചെയ്തിട്ട് 6:00 കൂടിയിട്ട് ഷീബ എന്ന് പറയുന്ന ലേഡി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മെയിൻ എൻട്രൻസ് തുറക്കുന്നു. നേരെ എന്റെ റൂമിലേക്ക് നോക്കുന്നു, അവിടെ ആരെയും കാണാനില്ല. അപ്പൊ അൻസിബയുടെ റൂമിൽ തട്ടി അൻസിബയെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞ വാക്കാണ്, അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. എന്നെ ഒരു വർണ്ണനയാണല്ലേ, അപ്പ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ എന്നൊക്കെ പറയുമ്പോ കവികൾ എഴുതുമോ ഇതുപോലെ? വയലാറ് പോലും തോറ്റുപോകുന്ന വർണ്ണനകളാണ് സുഹൃത്തുക്കളെ ഇത്, അല്ലേ? സാധാരണ നമ്മളൊക്കെ രാവിലെ വെളുപ്പം കാലത്ത് പോലെ വന്ന കഥകളൊക്കെ തട്ടി വിളിച്ച് നമ്മളെ എണീപ്പിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ ഇങ്ങനെ ഇതാരടാ എണീച്ച് വിളിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ ആയിരിക്കും എണീച്ച് പോകുന്നത്. അതേസമയം ലക്ഷ്മി പ്രിയോ ചേച്ചി അങ്ങനെയല്ല, കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള ഒരാളെ പോലെ ആയിരിക്കും പുള്ളിക്കാരി എണീറ്റ് വരിക. ഒരു ഇത്തിരി ബെല്ലി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വന്നിട്ട് കഥയൊക്കെ തുറന്നിട്ട് ഇത് ആരാ, എന്തുവാ ഇത്, ഉറക്കത്തിൽ ഇതൊക്കെ വിളിച്ച് എണീപ്പിച്ചല്ലേ, ഇത് എന്തുവാ പറയാനുള്ള എന്തുവാ, അപ്പോഴും ബെല്ലി ഡാൻസ് അവിടെ കളിക്കുന്നുണ്ടേ.
എന്റെ പൊന്നേ. അപ്പൊ ചോദിച്ചു ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഇല്ല, അയ്യോ, ആരും ഇല്ല, ആരും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവര് ഡോർ ഇച്ചിരി ഒന്ന് തള്ളി തുറന്നിട്ട് ചോദിച്ചു. അപ്പൊ അവർ തന്നെ അന്തം വിടും, ആരെ ഇവിടെ കയറി നമുക്ക് അറിയില്ല, മുഖംമൂടി വെച്ചിട്ടുണ്ട്, മുഖംമൂടിയല്ല മാസ്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ ഇതിന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു ആണോ ബ്രദർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ, ആർക്കും ആരുടെ റൂമിൽ വരാമെന്ന് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഓർഡർ പോലും ഉണ്ട്, ബ്രദർ സ്റ്റേ ചെയ്യുന്നുണ്ടോ. അവന് പിന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്, 3 days സ്റ്റേ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 star ഹോട്ടലിൽ ഇവർ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല, ID തരാൻ പറ്റില്ല, ഇതാന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പൊ സിനിമാക്കാരും ഇദ്ദേഹത്തിന്റെ അടുത്ത് വഴക്കിടുന്നു, ഈ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ വഴക്കിടുന്നു. ഇത് മുഴുവൻ ഇവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും തെളിവില്ലാതെ ലക്ഷ്മിപ്രിയ സമ്മതിക്കില്ല, സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവർ മൊത്തം ഇവിടുത്തെ വഴക്കും ഈ കാര്യങ്ങൾ പുള്ളി ഭയങ്കര ഭീഷണിയാണ് പെടുത്തുന്നത്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അവിടെ ഒന്ന് അത് എന്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് എന്റെ ആവശ്യമില്ലാത്തത് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ അതുണ്ട്, പലരുടെ കയ്യിലും അത് സേഫ് ആയിട്ട് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അവരത് പുറത്തെടുക്കും. അങ്ങനെ ഒരു രേഖയുണ്ട്. ഇതിന് അൻസിബയ്ക്ക് വേണമെങ്കിൽ കേസിന് പോകാം. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം, മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. അപ്പോ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇദ്ദേഹം ഭയങ്കര ഷൗട്ടിങ്ങും പ്രശ്നങ്ങളും ആരോപണമല്ല, ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സത്യമാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിക്കുക. നിങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ട്, അങ്ങനെ തെളിവ് വെച്ച് മാത്രമേ സംസാരിക്കുന്നു പറയുന്ന ആള് അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവ് കാണിക്കൂ, അല്ലേ? ഇത് അൻസിബ, ഞാൻ അല്ലെങ്കിൽ അൻസിബ ഇത്രയ്ക്ക് പൊട്ടിയാണോ ഇവർ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കിന്? സപ്പോസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് തന്നെ വിചാരിക്കുക, ഈ ആധാർ കാർഡ് ID കാർഡ് അങ്ങോട്ട് കൊടുക്കാനെ കൊണ്ട് പറ്റത്തില്ല, 7 star ഹോട്ടലിൽ പോലും ഇത് കൊടുക്കില്ല എന്നങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ ID കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നെ പോട്ടെ, ഇപ്പം അങ്ങനെ പോയി അങ്ങനെ ഒരാളുണ്ട് ഇതുപോലെ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ലക്ഷ്മിപ്രിയച്ചി നിങ്ങൾക്ക് എന്തു ഇത്ര പ്രശ്നം എന്തുവാ? 18 വയസ്സ് പൂർത്തിയാക്കുന്ന 2 ആളുകളാണ്. അവർക്ക് അങ്ങനെ ഇപ്പം അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ഈ നിങ്ങൾ ഉണ്ടാകുന്ന കഥകൾ പ്രകാരമുള്ള സംഭവമാണെങ്കിൽ തന്നെ അങ്ങനെ പോകുന്നതിൽ ഇപ്പം എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങൾക്ക് ഇത് പ്രശ്നം എന്തുവാ? നിങ്ങളൊരു പ്രോമാക്സ് കുലസ്ത്രീ ആയിരിക്കാം എന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നുണ്ടോ? ഉണ്ടോ? എന്തോ നിങ്ങളുടെ പ്രശ്നം എന്തുവാ? ഇവരാര് സദാചാര്യ ഗുണ്ടിയാ? അൻസിബയ്ക്ക് ഞാൻ മദ്യം വാങ്ങിച്ചു കൊടുത്തു, നിങ്ങൾക്ക് എന്ത് ചേച്ചി പെഗിന്റെ ഷെയർ തന്നില്ലയോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾ ഇവ പറയുന്നു മിഥിലാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അവിടെ കണ്ടു, നിങ്ങൾക്ക് എന്ത് പ്രശ്നം? നിങ്ങളെ കൂടെ വിളിച്ചില്ലയോ? അതാണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പൊക്കോണം എന്ന് പറഞ്ഞു, നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ID കാർഡ് വന്നാൽ നമുക്ക് സ്റ്റേ ചെയ്യാം, ID കാർഡ് ഇല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷനിലെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഒരു 10:30 കൂടിയിട്ട് ഇവര് പോകാനായിട്ട് തയ്യാറാവുന്നു. അപ്പോൾ അവിടുത്തെ ആ കുട്ടിയുടെ ലഗേജും സാധനങ്ങളും ഒക്കെ കെയർ ടേക്കറെ ഏൽപ്പിക്കുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി കുട്ടി വീട്ടിലേക്കല്ല പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് അഭിനയിക്കാനായിട്ട് ഒരു പെൺകുട്ടിയോ ആരും ഇല്ലാതെ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ആ പ്രൊഡക്ഷനിലുള്ള ആൾക്കാർക്കല്ലേ. അപ്പൊ അത് വെച്ചിട്ട് അവർ എന്തിനാണ് പ്രൊഡക്ഷനിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വലിയ ഉത്തരവാദിത്തം പറഞ്ഞുകൊണ്ട് ഒരാൾക്കിടെ 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോവാതിരിക്കാന്നൊക്കെ അയാളുടെ ചോയ്സാണ്, അല്ലേ? പിന്നെ ഈ പ്രൊഡക്ഷന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോഴത്തേക്കിന് മലയാള സിനിമയിലെ ഈ ഒരു ഇൻഡസ്ട്രി തന്നെ എത്ര ആൾക്കാർക്ക് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അറിയാമല്ലോ. അപ്പൊ ഈ പറയുന്ന പ്രൊഡക്ഷൻ ടീം എത്ര ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു? അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്നി ചേച്ചി നിങ്ങൾ ആ ഒരു രീതിയിൽ പറഞ്ഞെടുക്കല്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമാക്സ് സദാചാരം കാണിച്ചിട്ട് അല്ലെങ്കിൽ പ്രോമാക്സ് കുലസ്ത്രീ വൈബ് കാണിച്ചിട്ട് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ, ആൻഡ് എനിക്ക് നിങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഈ കുലസ്ത്രീ കുലപുരുഷൻ വൈബ് കാണിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും പൊക്കിക്കൊണ്ട് നടക്കാൻ ശ്രമിക്കരുത് ഒരു കാലത്തും. കാരണം ഇവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ശിലായുഗത്തിൽ നിൽക്കുന്ന മൈൻഡ് സെറ്റാണ്. ഇപ്പം ഒരു ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വേറെ അർത്ഥമാണ്, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്ന കുറെ ടീംസ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് ചേച്ചിയെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻസിബ ഹസൻ ആരാണെന്ന് നമുക്കറിയില്ല, ആരോ ഒരാളുടെ കൂടെ എങ്ങോട്ടോ പോയിട്ടുണ്ട്, 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്ന് ശ്വേത ചേച്ചി വിളിച്ച് അവർ പറയുന്നു. അത് ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ. ശ്വേത ചേച്ചി അതും ഹൈഡ് ചെയ്തു. ഈ പേഴ്സണൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടല്ലോ, ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ID പ്രൂഫ് കൊടുത്തെങ്കിൽ ആർക്കും ഒരു വിഷയമില്ല, ആരുടെ റൂമിലും വരാം, പക്ഷേ ID പ്രൂഫ് ഉണ്ടായിരിക്കണം. കൊടുത്തില്ല. അപ്പോൾ പിറ്റേ സ്കെഡ്യൂള് നമുക്ക് അവിടെ പിന്നെ 3 ഞാൻ വിളിച്ചു. ഈ വിവരം ഞാൻ അറിഞ്ഞിട്ട് ഈ ഷീബ എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പം ഞാൻ പറയാണ് അത് ചിലപ്പോൾ ആ കുട്ടിയുടെ ആങ്ങളെ ആയിരിക്കും ചേച്ചിന്ന്. അപ്പൊ എന്റെ അടുത്ത് പറയാം ആങ്ങളെ എങ്ങനെയാണ് മുഖം മറിച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. മാഡത്തിന്റെ റൂം അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, എന്തുകൊണ്ട് ആ പുള്ളി അവിടെ താമസിച്ചില്ല? എന്തിന് ഈ മാഡത്തിന്റെ റൂമിൽ തന്നെ താമസിച്ചു? നമുക്ക് ഉത്തരവില്ലാതെ പോവാണ്. അവിടെ ഞാൻ അൻസിബയെ സേവ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞു. ആ മഹാമാനസ്കത നമ്മളാരും കാണാതെ പോയൊരു സുഹൃത്തുക്കളെ. കാര്യം എന്ന് വെച്ചാൽ അവിടെയും അൻസിബാസിനെ സേവ് ചെയ്യാനായിരുന്നു ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആ മഹത് വ്യക്തി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും നന്മയുടെ നിറകുടമായിട്ടുള്ള ഈ ഒരു വ്യക്തിനെയാണോ ആൾക്കാരെല്ലാം കൂടെ പിടിച്ച് ഏറി കയറ്റുന്നത്? എന്തിനാണ്? പാവല്ലേ നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി, എന്ത് പാവാണ് ചേച്ചി. പറ ചേച്ചി അത്രയ്ക്ക് പാവാണ് ചേച്ചി, പറ.
ഇത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടിയെ വിളിച്ചപ്പോൾ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് അറിയില്ലേ 9 വർഷമായിട്ട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിയില്ലേ, അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ കന്യാകുമാരിയിൽ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ കന്യാകുമാരിയിൽ പോയിട്ട് അവിടെ ഒരു കുബേരനും അവിടെ ഒരു ലക്ഷ്മി ഇരിപ്പുണ്ട് ശംഖ് കൊണ്ടുള്ള. ഒരു മിനിറ്റ് തന്നാൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ മേടിച്ച് 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എന്നെ ഒരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ചോദിച്ച പാടെ ചേച്ചി എടുത്താൽ കൊടുത്തു. അതാണ് നമ്മളെ ലക്ഷ്മി പ്രിയ അല്ലേ? എൻ്റെ പൊന്നോ, സകലമായ അടവുകൾ ഇവർ പയറ്റി നോക്കി. അവസാന തടവായിട്ട് ഇപ്പം അൻസിബയുടെ രണ്ടാം അച്ഛനുമായിട്ട് വരെ ബന്ധം ചേർത്ത് പറഞ്ഞേക്കുന്ന ടീംസാണ് ഇവരെല്ലാവരും കൂടെ അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇപ്പം അടുത്തത് എന്തുവാടേ? എന്താണെങ്കിലും മിഥിലാജ് പുള്ളിക്കാരനാണെങ്കിൽ ഒരു പോസ്റ്റ് എന്താണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്ന ഈ പ്രസ്തുത ഭാഗം മാത്രം ഞാൻ ഇങ്ങോട്ട് വായിക്കാം. ഈ മഹതിയെ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഞാൻ നേരിട്ട് കണ്ടത് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ച് മാത്രമാണ്. ഇതിന് വിപരീതമായി ഈ കാലയളവിൽ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി തെളിയിക്കാൻ ഞാൻ ആ വ്യക്തിയെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. നുണകൾ മെനയാനുള്ള ഇവരുടെ അസാമാന്യ കഴിവിനെ ശരിക്കും സമ്മതിക്കണം. അമ്മയിലെ ജനറൽ ബോഡിയിലെ തോൽവിക്ക് പകരം വീട്ടാൻ ബോംബെക്കാരി ചേച്ചിയുടെ നോർത്ത് ഇന്ത്യൻ ഐഡിയ പരീക്ഷിച്ചതാണെന്ന് മനസ്സിലായി. പിക്ചർ അഭി ബാക്കി ഹേ മേരാ ദോസ്. എനിക്കെതിരെ നടത്തിയ ഈ വ്യക്തിഹത്യയ്ക്കും അസത്യ പ്രചാരണങ്ങൾക്കും എതിരെ നിയമപരമായ നടപടികൾ ഞാൻ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. പണവും സ്വാധീനവും നൽകി മാത്രം സൗഹൃദങ്ങൾ കെട്ടിപ്പടുത്ത് ശീലമുള്ള ആ മഹതിയോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. അൻസിബയുടെ പോരാട്ടത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകും. അത് ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ശരിയെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങനെ ഒരു പോസ്റ്റ് കാര്യങ്ങളായിട്ടുണ്ട്. അപ്പം പബ്ലിക്കായിട്ടാണ് നിങ്ങളെ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് കാണിക്കുക. നിങ്ങളുടെ കയ്യിലില്ല, ബാക്കി ആരുടെയൊക്കെ കയ്യിലുണ്ടെന്നല്ലേ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് പുറത്തോട്ട് കാണിക്കുക. പരസ്യമായിട്ടാണ് ചലഞ്ച് ചെയ്തേക്കുന്നത്. ഈ അൻസിബയുടെ ഒരു പോസ്റ്റ് കഴിഞ്ഞ സെറ്റിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓരോ തിരിയിലും കത്തിയേരുന്ന ഈ വേദനയ്ക്ക് വാക്കുകളില്ല. ആദ്യം മേത്തച്ചിയാക്കി, പിന്നെ ജിഹാദിയാക്കി, മതപരിവർത്തനത്തിൻ്റെ പേരിൽ എന്നെ ഒറ്റപ്പെടുത്തി. ജനപ്രതിനിധി മുതൽ പലരും ഇതിന് കൂട്ടുനിന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ആ ജനപ്രതിനിധിയുടെ മകൻ എനിക്ക് അയച്ച സന്ദേശം മാത്രം ബാക്കി. തളരരുത്. ചാരുകസേരയിൽ ഇരുന്ന് അവർ എൻ്റെ സ്വഭാവഹത്യ നടത്തി. മഹാനടൻ മുതൽ സഹപ്രവർത്തകർ വരെ അവസാനം എൻ്റെ രണ്ടാനച്ഛൻ്റെ പേരിൽ പോലും എന്നെ തേജോവധം ചെയ്തു. ഇപ്പോൾ സുഹൃത്തുക്കളിലേക്കും ആ ക്രൂരമായ വിരലുകൾ നീളുന്നു. കൂടെ പിറന്ന 4 സഹോദരങ്ങൾ കൂടി എനിക്കുണ്ട് എന്ന ചിന്ത പോലും അവർക്ക് എന്നെ തകർക്കാൻ തടസ്സമായില്ല. ലക്ഷങ്ങൾ ഒഴുകി PR ഏജൻസികളെ കൊണ്ട് അവർ എനിക്കെതിരെ ഗൂഢാലോചന മെനയുന്നു. ഇനിയും അവർ ആക്രമിക്കും, ഇനിയും അവർ എന്നെ വേട്ടയാടും, എനിക്കറിയാം. പക്ഷേ എൻ്റെ സംഘടനയിൽ ഞാൻ ചോദിച്ച ഉത്തരമില്ലാത്ത ആ ചോദ്യങ്ങൾ വായുവിൽ അലയുന്നുണ്ട്. അവ എന്നേക്കുമായി മൗനമാക്കപ്പെടില്ല. ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പൊരുതാൻ തീരുമാനിച്ചത് എൻ്റെ ഒടുവിലത്തെ ആശ്രയം ഈ രാജ്യത്തിൻ്റെ നിയമം മാത്രമായതുകൊണ്ടാണ്. നീതി പുലരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ ക്രൂരതകൾക്കെതിരെ ഞാൻ ഇന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. ഈ ഇരുളിലും എന്നെ മുന്നോട്ട് നയിക്കുന്നത് ആ നീതിയിലുള്ള വിശ്വാസം മാത്രമാണ്. സ്നേഹത്തോടെ അൻസിബ ഹസൻ. ആണെങ്കിലും സൈബർ അറ്റാക്ക് നല്ല രീതിയിൽ അൻസിബയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് PR ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മി പ്രിയ, ശ്വേത മേനോൻ ഇവരെല്ലാവരും കൂടെ നടത്തിയേക്കുന്ന ഗൂഢാലോചന എന്തുവാടേ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഈ അമ്മ എന്ന് പറയുന്ന ഈ ഒരു സംഘടന, സത്യം പറഞ്ഞാൽ AMMA എന്ന് പറയുന്ന ഈ ഒരു സംഘടന ആർക്കൊക്കെയോ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയേക്കുന്നതായിരുന്നു. ഇന്നിവിടെ വന്ന് കുറേ അപരാധങ്ങൾ വന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു കൂട്ട എണ്ണങ്ങൾ. പിന്നെ BJPക്ക് കാൻഡിഡേറ്റ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദാനിയുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ച് നിങ്ങൾ എന്നൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ, ഇനി ലക്ഷ്മി പ്രിയ ഇതിനകത്ത് ഇവരുടെ മറ്റേ ഒരു കേസിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അൻസിബയ്ക്ക് എതിരെ ഫസ്റ്റ് കൊടുത്തേക്കുന്ന ഒരു ഇഷ്യൂവിൻ്റെ കാര്യം പറയുന്നുള്ളൂ. അൻസിബ ഇങ്ങോട്ട് ഇവർക്കൊരു മെസ്സേജ് അയച്ച് മറ്റേ ഫോട്ടോയുടെ കാര്യമൊക്കെ ചോദിക്കുന്നത്, അതിൻ്റെ പോർഷനോടെ നമുക്കൊന്ന് കേൾക്കാം. ഡിസംബർ 10 അൻസിബ എനിക്ക് എൻ്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയച്ചു. എനിക്കത് അത്ര നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നിയില്ല, ഒരു നല്ല സെൻസ് ആയിട്ടും എനിക്ക് തോന്നിയില്ല. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ലക്ഷ്മി ചേച്ചി ദുബായിൽ പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിരുന്നോ? എന്റെ ഫ്രണ്ട് RJ സംസാരിച്ചപ്പോൾ ചേച്ചിയുടെ എന്തോ ഒരു ഫോട്ടോയെ പറ്റി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ മെസ്സേജ്. പിന്നെ എന്തിനാണ് ചേച്ചി അങ്ങനെ എന്തോ ജസ്റ്റ് ഒരു മെസ്സേജ് കണ്ടിട്ട് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുനിച്ചു ചേർത്ത് ഇടിച്ചു പോകുക, അങ്ങനത്തെ ഒരു സീരി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയ്ക്ക് വലിയൊരു സംശയരോഗിയാണോ, അത്രയ്ക്ക് വലിയ ക്രിമിനലാണോ നിങ്ങളുടെ ഭർത്താവ്? വെറുതെ വന്ന് ഇങ്ങനൊരു കാര്യം ചെയ്തു എന്നൊക്കെ, ഞാൻ ഇതിനെ ഒന്നും ഇവരെ കുനിച്ചെടുത്ത് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സംഭവത്തൊന്നും സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, അല്ല ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത്രയും സീനൊക്കെ ഇവർ പറയണമായിരുന്നു. ഇനി ഇവർ കൊടുത്തേക്കുന്ന പരാതിയുടെ ഒരു കോപ്പി ഈ മിഥിലാജ് ഇന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഞാനിവിടെ സൈഡിലോട്ട് കൊടുക്കുക. ഇതിനകത്ത് പറയുന്ന സംഭവം ഞാൻ കഷ്ടപ്പെട്ട് വായിച്ച് മനസ്സിലാക്കിയത്, ഇവർ ഈ പറയുന്ന പോലെ ഇവരുടെ ഫോണിലോട്ട് ഇത്തരത്തിലൊരു മെസ്സേജ് അയച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഭർത്താവ് ഇവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ള നിലയിലോട്ട് ഒരു സാധനമാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന സ്ഥിതിക്ക് ഇപ്പം അൻസിബ ഹസനെ ഇവർ കോൺടാക്ട് ചെയ്തു. അൻസിബ പിന്നീട് ഫോൺ എടുക്കുന്നില്ല, അത് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന്, എടാ നിങ്ങളുടെ ഭർത്താവിന് അറിയാത്ത ആളാണോ അൻസിബ ഹസൻ എന്ന് പറയുന്നത്?
ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ ഈ കാര്യങ്ങൾ ക്ലാരിഫൈ ആവത്തില്ലേ? അങ്ങനെയുള്ളപ്പം അതുപോലും ചെയ്യാതെ നിങ്ങളുടെ ഭർത്താവ് ഈ ഒരൊറ്റ മെസ്സേജ് കണ്ടിട്ട് നിങ്ങളെ ഇത്രയും മാനസികമായിട്ട് ശരീരമായിട്ട് ഇതുപോലെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിന് അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ക്ലിയർ ആണ്, നിങ്ങൾ കിടിലമാണല്ലേ? ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് തന്നെ നിങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ചിലപ്പം പലരെയും ചിലപ്പോൾ ഹഗ് ചെയ്തെന്ന് വന്നേക്കാം, ചിലപ്പോൾ ഒരു സ്നേഹം കൊണ്ട് ഒന്ന് കവളത്തൊരു ഉമ്മ കൊടുത്തെന്ന് വന്നേക്കാം. അതിനൊക്കെ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് ഇവർ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. അന്നേരം ഒന്നും ഈ കുലസ്ത്രീക്ക് പ്രശ്നമില്ല, വേറെ ആരെങ്കിലും ഒരുമിച്ചൊരു റൂമിൽ കണ്ടെന്നോ ഇങ്ങനത്തുള്ള കുറേ കഥകളൊക്കെ പടച്ചുവിടുമ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്തുവാടേ ഇത്? എനിക്ക് മനസ്സിലാവണില്ല. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഇവർ ഇറക്കിയേക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. പക്ഷേ അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഇത്രയും ദിവസമായിട്ട് അൻസിബനെ സപ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും മതത്തിന്റെ ആൾക്കാർ വന്നേക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു? അപ്പം അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴത്തേക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ ഇവരൊരു കറതീർന്നൊരു സംഖ്യയാണ്. ഇവറ്റോളുടെ തലയിൽ ഇത് മാത്രമേ ഉള്ളൂ, വർഗീയത ഈ ഒരു മൂഡ് സാധനം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ്? ചാണകദീനികളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി ഇതിന്റെ പുറത്താണ് ഇനി അദാനിയുടെ കയ്യിൽ നിന്നൊക്കെ ഫണ്ട് വാങ്ങിച്ച് എൻ്റെ പുറത്ത് BJP കാൻഡിഡേറ്റ്സിനെ ഉണ്ടാക്കാൻ ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. പാവം പുള്ളിക്കാരി ഒരു സൈഡിൽ ഒതുങ്ങി പോയിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും ഇവർ എന്തുവാ പഠിച്ച പണി 18 നോക്കി എല്ലാം പറ്റുന്നില്ല, ഏറ്റവും അവസാനം കൊണ്ടിടുകയാണ്. ഇവരെ മറ്റൊരു സാഹചര്യത്തിൽ കണ്ടു. ശരി, നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്താ പ്രശ്നം? പ്രശ്നം എന്തുവാ? അൻസിബ 18 വയസ്സ് അയക്കുന്ന ഒരു വ്യക്തിയല്ലേ? അങ്ങനെ ആരുമായിട്ട് കണ്ടു തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം പ്രശ്നം? എന്താ നിങ്ങൾക്ക്? എനിക്ക് മനസ്സിലാവണില്ല ചേച്ചി, നിങ്ങളുടെ പ്രശ്നം എന്തുവാ? എൻ്റെ പൊന്നോ, ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്നാണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.